അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ പരിപാടി IPM എന്നാണ്. IPM പറ്റി അറിയാത്തൊരു കോഴിക്കോട് എന്തായാലും ചുരുക്കി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ NSSന്റെ ഭാഗമായിട്ട് ഇവിടെ വെച്ച് നമുക്ക് കുറച്ച് പരിപാടികൾ നമ്മളെ കോളേജിലെ ടീംസ് ഒക്കെ നേരത്തെ തന്നെ ഇവിടെ എത്തിക്കുന്നത്. ഇതാണ് മൂപ്പര് ശരിക്കത്തെ പേരെന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. ഇങ്ങനെയാണ് എല്ലാവരും വിളിക്കുന്നത്. അങ്ങനെ ചേരി തിരിയണത് പോലെ എല്ലാ കോളേജും ഓരോ ഗ്രൂപ്പായി മാറും. ഇതിന്റെ ഇടയിൽ കൂടി തന്നെ ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ മെയിൻ പരിപാടിയിലേക്ക്. ഇതാണ് ഫുഡ് പ്രിന്റ്സ് കൊടകൾ. ഇനി എന്താ പതിന്നല്ലേ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളെ വീൽ ചെയറിൽ ഇരുന്നിട്ടും ആത്മവിശ്വാസത്തോടെ മറികടന്ന് മുന്നേറുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. അപ്പോൾ ഓരുണ്ടാക്കുന്നതാണ് ഈ കൊടകൾ. ക്വാളിറ്റി വൈസും മെറ്റീരിയൽ വൈസും നോ കോംപ്രമൈസ് ആണ്. അപ്പൊ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഞങ്ങൾ അടങ്ങുന്ന 5-6 കോളേജ് വളണ്ടിയേഴ്സ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മളെ ടീം ക്യാപ്റ്റൻ. ഓരോ ടീമിനും ഓരോ ഏരിയകളാണ് കൊടുക്കുക. വയ്യാറാത്ത നമ്മൾ കാടും മലയൊക്കെ താണ്ടി എന്തായാലും സ്ഥലത്ത് ഇനി നമ്മളെ ടീമിനെ സ്പ്ലിറ്റ് ആയിട്ട് ഒരു ടീം അങ്ങോട്ടും ഒരു ടീം റോഡിന്റെ ഈ ഭാഗത്തേക്ക്. അങ്ങനെ നമ്മൾ ഓരോ വീടുകളായി കയറി ഇറങ്ങി തുടങ്ങി. അതിൽ നമുക്ക് കുറെ റിജക്ഷനും കിട്ടും, കുറെ ആൾക്കാർ വാങ്ങുകയും ചെയ്യും. ഈ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ കൂടി നമുക്ക് മനുഷ്യന്റെ ഹ്യൂമാനിറ്റിന്റെ പവർ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം നമ്മളെ കൂടെ ഫുള്ള് തീർന്നു, പക്ഷെ തീരെ റിജക്ഷൻ കിട്ടിയില്ല എന്നല്ല. അങ്ങനെ പിന്നെ 2 മണിയായപ്പോൾ നമ്മൾ തിരിച്ച് നേരെ IPM ഒക്കെ നെറ്റ്. അപ്പോഴേക്ക് ഫുഡിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ആയിരിക്കുന്നത്. എല്ലാ കോളേജിന്റെ കോർഡിനേഷൻ കൊണ്ടും സപ്പോർട്ട് കൊണ്ടും പരിപാടി വൃത്തിക്കായി നടന്നത്. കാരണം ഇവിടെ നമ്മളാണ് എല്ലും, ഈ സ്ഥാപനം നമ്മൾ ഓരോരുത്തരുമാണ്. പിന്നെ നമുക്ക് നേരെ ഒരു ഗെയിമിംഗ് സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. കോളേജുകൾ തമ്മിലായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അടിപൊളിയായി. അങ്ങനെ സക്സസ്ഫുള്ളി ഫസ്റ്റ് ഗെയിമിൽ നമ്മൾ തോറ്റെങ്കിലും രണ്ടാമത്തെ ഗെയിമിൽ ഞാൻ തന്നെ ഇറങ്ങി. ഞാൻ മാത്രമല്ല, ഒരു കോളേജിൽ നിന്ന് 2 ആൾ. സമയത്തിന്റെ പരിമിതി മൂലം ആ ഗെയിം നമുക്ക് പെട്ടെന്ന് നിർത്തേണ്ടി വന്നു. അതിനോട് തന്നെ ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ എത്തിയില്ല. അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് എൻഡ് ആയി.